ഹലോ മൈക്രോസോഫ്റ്റ് യൂസേഴ്സ്, നിങ്ങളുടെ ഇമെയിൽ നിങ്ങൾ ടു ഫാക്ടർ എനേബിൾ ചെയ്തോ? എനേബിൾ ചെയ്തെങ്കിൽ നല്ല കാര്യം. എങ്കിലും നിങ്ങൾ ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആണെന്ന് വിചാരിക്കേണ്ട. നമ്മൾക്കെല്ലാവർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ടു ഫാക്ടർ മാത്രം എനേബിൾ ചെയ്തുകൊണ്ട് നമ്മളുടെ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് സേഫ് ആണെന്ന്. റീസെന്റ് ഇറങ്ങിയ ഒരു അഡ്വാൻസ്ഡ് ഹാക്ക് ഫ്രെയിംവർക്കിൽ മൈക്രോസോഫ്റ്റിന്റെ ഒരു ഫേക്ക് ലോഗിംഗ് ഉള്ള ഒരു ഫിഷിംഗ് ഇമെയിൽ വെച്ചിട്ട് ഒരു മൈക്രോസോഫ്റ്റ് യൂസറെ ഫുള്ളായിട്ട് ടു ഫാക്ടർ അടക്കം ഓതന്റിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ ഇവർക്ക് ഈസി ആയിട്ട് സ്റ്റീൽ ചെയ്യാൻ പറ്റും. ഈ സ്റ്റീൽ ചെയ്ത ടോക്കണും ക്യാഷും വെച്ചിട്ട് അവർ ഈസി ആയിട്ട് മറ്റൊരു കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിലോട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇനി ഇത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു യൂസർക്ക് ഒരു ഇമെയിൽ വന്നിരിക്കുകയാണ്, ഒരു ഫിഷിംഗ് ഇമെയിൽ ആണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഫയൽ ഷെയറിങ്ങോ അല്ലെങ്കിൽ ഷെയർ പോയിന്റ് ഷെയറിങ്ങോ ആയിട്ടാണ് ഈ ഇമെയിൽ വന്നിരിക്കുന്നത്. അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി യൂസർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ മൈക്രോസോഫ്റ്റിൽ നിന്ന് തോന്നിക്കുന്ന ഒരു സൈറ്റിലോട്ട് ഇത് ഓപ്പൺ ചെയ്യുന്നു. അവിടെ യൂസർ ഐഡിയും പാസ്വേഡും ചോദിക്കുന്നു. യൂസർ അവരുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുക്കുന്നു. പിന്നെ ഒരു ടു ഫാക്ടർ ഓതന്റിക്കേഷൻ വരുന്നു. യൂസർ അത് ഓതന്റിക്കേറ്റ് ചെയ്യുന്നു. പിന്നീട് മൈക്രോസോഫ്റ്റിന്റെ പോലത്തെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നു. ഈ ബാക്ക് എൻഡിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. നോർമലി മൈക്രോസോഫ്റ്റ് ടു ഫാക്ടർ ഓതന്റിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരു ഓതന്റിക്കേഷൻ ടോക്കൺ കീ റിലീസ് ചെയ്യും. പിന്നീട് ഈ ടോക്കൺ കീ വെച്ചിട്ടാണ് മൈക്രോസോഫ്റ്റിന്റെ ബാക്കിയുള്ള ഓതന്റിക്കേഷൻ എല്ലാം നടക്കുന്നത്. ഇനി ബാക്ക് എൻഡിൽ ഹാക്കർ സൈഡിൽ എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് നോക്കാം. ഹാക്കർക്ക് ഇവിടെ യൂസറുടെ ഇമെയിൽ ഐഡി, പാസ്വേഡ്, IP അഡ്രസ്, കുക്കീസ് തുടങ്ങിയ എല്ലാ ഇൻഫർമേഷനും കിട്ടി. ഈ കുക്കീസിലാണെങ്കിൽ ഈ ടോക്കൺ ഇൻഫർമേഷൻ ഇൻക്ലൂഡഡ് ആണ്. ഇനി ഈ ഹാക്കർ എങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ടിലോട്ട് ലോഗിൻ ചെയ്യുന്നത് നോക്കാം. ഇവർ സിമ്പിൾ ആയിട്ട് ഒരു ഫയർഫോക്സ് ഓപ്പൺ ചെയ്യുന്നു. ഫയർഫോക്സിൽ വരുന്ന ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ആഡിനാണ് കുക്കീസ് എഡിറ്റർ. ഈ കുക്കീസ് എഡിറ്റർ ഓപ്പൺ ചെയ്തിട്ട് നേരത്തെ ഹാക്കർ ക്യാപ്ചർ ചെയ്തിരിക്കുന്ന കുക്കീസ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇനി അവർ ലോഗിൻ വിൻഡോ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യുന്നു. വിത്തൗട്ട് പാസ്വേഡ് ആൻഡ് ടു ഫാക്ടർ അവർ ഈസി ആയിട്ട് ലോഗിൻ ആയിരിക്കും. ഇനി ഇതിനുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ ഫിക്സ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ഫിക്സ് ആണ് ഇങ്ങനെയുള്ള ഫിഷിംഗ് ഇമെയിൽസ് നമ്മുടെ നെറ്റ്വർക്കിൽ അല്ലെങ്കിൽ യൂസർ PC-യിൽ വരാതിരിക്കാനുള്ള സൊല്യൂഷൻ. അതിനുവേണ്ടി നമുക്ക് ഇമെയിൽ ഫിൽറ്ററിംഗ് സൊല്യൂഷൻസ് യൂസ് ചെയ്യാം. നമ്മൾ ഇമെയിലൂടെ വരുന്ന മെയിലുകളെല്ലാം ആ ഫിൽറ്ററിംഗ് സർവീസ് സ്കാൻ ചെയ്തിട്ട് എന്തെങ്കിലും ഫിഷിംഗ് ആയിട്ടുള്ള ലിങ്ക് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള മെയിലുകൾ അത് ക്വാറന്റൈൻ ചെയ്യും. അങ്ങനെ യൂസറിലോട്ട് ഈ മെയിൽ വരാതിരിക്കാൻ നമുക്ക് തടയാൻ പറ്റും. അടുത്തൊരു സൊല്യൂഷൻ ആണ് യൂസറിന് അവയർനെസ് കൊടുക്കാം. അതായത് യൂസറിനെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യുക. എങ്ങനെ ഒരു ഫിഷിംഗ് ഇമെയിലിനെ ഐഡന്റിഫൈ ചെയ്യാം, എങ്ങനെ ഫിഷിംഗ് ഇമെയിൽ ഹാൻഡിൽ ചെയ്യാം, ഏതൊക്കെ ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാം, ക്ലിക്ക് ചെയ്താൽ ചെയ്യേണ്ട മുൻകരുതലുകൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവരെ കറക്റ്റ് ആയിട്ട് അവയർനെസ് കൊടുക്കുക, ട്രെയിൻ ചെയ്യുക. അടുത്തതാണ് ഇൻട്യൂൺ നെറ്റ്വർക്കിലോട്ട് നമ്മുടെ സിസ്റ്റത്തെ മാറ്റുക എന്നുള്ളത്. അതായത് ഇൻട്യൂൺ ആക്റ്റീവ് ഡയറക്ടറിയിലോട്ട് മാറ്റി കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റ് ഇൻട്യൂൺ അല്ലെങ്കിൽ അസൂർ ആക്റ്റീവ് ഡയറക്ടറി യൂസ് ചെയ്താൽ നമുക്ക് അതിലൊരു കണ്ടീഷണൽ ആക്സസ് പോളിസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡിവൈസുകളിൽ നിന്ന് മാത്രമേ മൈക്രോസോഫ്റ്റിന്റെ ലോഗിൻ അലോ ചെയ്യുള്ളൂ. ഹാക്കേഴ്സിന് നമ്മളുടെ സെക്ഷൻ കുക്കീസ് കിട്ടിയാൽ തന്നെ അത് റീയൂസ് ചെയ്യാൻ പറ്റില്ല. അത് റീയൂസ് ചെയ്യണമെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡിവൈസ് കിട്ടണം. അങ്ങനെ ഒരു കോമ്പിനേഷൻ വളരെ ഇമ്പോസിബിൾ ആയിട്ട് നടക്കുന്ന കാര്യമാണ്. അടുത്തതാണ് എൻട്ര P2 ലൈസൻസ് എടുക്കുക. ഇതിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഈ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു കണ്ടീഷണൽ പോളിസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ കണ്ടീഷണൽ പോളിസിയിൽ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ മൈക്രോസോഫ്റ്റ് ഓതന്റിക്കേറ്റ് ചെയ്യുന്ന ഒരു ടോക്കൺ ഉണ്ടല്ലോ, അതൊരു ഫിക്സഡ് ടോക്കൺ ആണ്. അതിന് പകരം ഇതൊരു വൺ ടൈം ടോക്കൺ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഓരോ പുതിയ ഡിവൈസിൽ നിന്ന് ലോഗിൻ ചെയ്യുമ്പോഴും ഈ ടോക്കൺ റിന്യൂ ചെയ്യേണ്ടി വരും. അപ്പോൾ പുതിയൊരു ടോക്കൺ ആയിരിക്കും ഓരോ ഡിവൈസിൽ നിന്ന് ലോഗിൻ ചെയ്യുന്നത്. ആ ടോക്കണിൽ നിന്ന് മാത്രമേ മൈക്രോസോഫ്റ്റ് ഓതന്റിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടത് മൈക്രോസോഫ്റ്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സും ലോക്കൽ ഐറ്റിയും സപ്പോർട്ട് പേപ്പർ. അപ്പോൾ നിങ്ങളെല്ലാവരുമാണ് നിങ്ങളുടെ യൂസേഴ്സിന്റെ സെക്യൂരിറ്റി ടേക്ക് കെയർ ചെയ്യേണ്ടത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്